ഈ രാത്രി വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തയ്ക്ക് വഴിമാറണം. UAE പ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റ്, ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്നൊരു വെർച്വൽ മീറ്റിംഗിന് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞു, കോവിഡ് അനന്തര കാലഘട്ടം നമ്മൾ എങ്ങനെ നേരിടും എന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര വിദഗ്ധർ, പ്രാദേശിക മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളവർ ഇങ്ങനെ എല്ലാവർക്കും ചേർന്നിരുന്നുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിന്റെ തുടക്കം മെയ് 10, 11, 12 എന്നിങ്ങനെ 3 തീയതികളിലായിട്ട് ദുബായ് നടക്കുന്ന ഈ വെർച്വൽ മീറ്റിംഗിൽ നൂറുകണക്കിന് പ്രഗത്ഭർ പങ്കെടുക്കുകയാണ്. ഫുഡ് സെക്യൂരിറ്റി, മെഡിക്കൽ സെക്യൂരിറ്റി, എക്കണോമിക് സെക്യൂരിറ്റി, ഈ 3 കാര്യങ്ങളും ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് ദുബായ് മൊത്തത്തിൽ UAE ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് പ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തേക്കും വളരെ കുറച്ചു കാലത്തേക്കും വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറായി വരികയാണ്. അതുകൊണ്ട് തന്നെ UAE സംബന്ധിച്ചിടത്തോളം പുനരുജ്ജീവനം ഈ വിഷയത്തിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വ്യാവസായികമായി, വ്യാപാരപരമായി UAE അതിശക്തമായി എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇത്തരം ചർച്ചകൾ. ഇതിൽ നിന്ന് ഈ മെയ് 10 രാത്രി നമ്മളെന്ത് മനസ്സിലാക്കണം? ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് അതിശക്തമായ കുതിച്ചുകയറ്റത്തിലേക്ക് നമ്മൾ നിൽക്കുന്ന രാജ്യം പോകുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ സാവകാശം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ സമാധാനത്തിലേക്ക് പോകണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിന്റെ ഇടപെടലുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. UAE ഈ വൈറസുമായി ബന്ധപ്പെട്ട് 2 സ്ട്രെയിനുകൾ വേർതിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിന്റെ ജനറ്റിക്കൽ പരിവർത്തനം, മ്യൂട്ടേഷൻ വഴി 70 എണ്ണമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പറയുന്നു. ഈ 70-ൽ 17 എണ്ണം അന്താരാഷ്ട്ര മേഖലയിൽ കണ്ടിട്ടില്ലാത്തതാണ്. അത് UAE വക കണ്ടുപിടുത്തം, സംഭാവന എന്ന രൂപത്തിൽ വന്നിരിക്കുകയാണ്. 3 സ്ട്രെയിനാണ് മൊത്തത്തിലുള്ളത്. ഒന്ന് A എന്ന കാറ്റഗറിയിൽ വരുന്നത്, അതിന്റെ റൂട്ട് അത് ചൈനയിൽ ഈ വാവലുകളിൽ നിന്നൊക്കെ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന വിഭാഗം സ്ട്രെയിൻ. രണ്ടാമത്തേത് വുഹാനിൽ മാത്രം കാണപ്പെട്ടത് B. മൂന്നാമത്തേത് യൂറോപ്പിൽ കാണപ്പെട്ടത് C. ഇങ്ങനെ 2-3 കാറ്റഗറിയായി തിരിക്കുന്നു. A എന്നുള്ളത് റൂട്ടാണെങ്കിൽ, B എന്നുള്ളത് എയിൽ നിന്ന് മ്യൂട്ടേഷന് വിധേയമായിട്ടുണ്ടായതാണെങ്കിൽ, C എന്നുള്ളത് ബിയുടെ മകളാണെങ്കിൽ എന്നിങ്ങനെയാണ് പറയുന്നത്. ഈ 3 സ്ട്രെയിനിൽ 2 എണ്ണം UAE ദൃശ്യമായിരിക്കുന്നു എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരം ഗവേഷണം നടത്തുക വഴി UAE ഈ അന്താരാഷ്ട്ര മേഖലയിൽ വൈറോളജിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നായി മാറുകയാണ്. അതിശക്തമായ ഗവേഷണം, വൈദഗ്ധ്യം നിറഞ്ഞ സമീപനം ഇക്കാര്യത്തിൽ പുലർത്തിപ്പോകുന്നു എന്ന് ലോകം സമ്മതിച്ചിരിക്കുകയാണ്. അപ്കോ ബിൽഡിംഗിലെ തീപിടുത്തം, ഷാർജയുടെ വിഷയം ലോകമെങ്ങും ചർച്ച ചെയ്തു. കാരണം 49-50 നിലകളുള്ള ഒരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ എന്താണ് കാരണം? ഒരു സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൽ ഉള്ള ഒരു ഷീഷ, അതുമായി ബന്ധപ്പെട്ട തീപിടുത്തമാകാം. എന്താണെങ്കിലും ഒരുപക്ഷെ ചാർക്കോൾ കത്തിച്ചു വെച്ചിട്ട് ആരെങ്കിലും ഷീഷ വലിച്ചോ അതിൽ നിന്നുണ്ടായതാണോ? ഈ 2 സംശയങ്ങളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒരു സിഗരറ്റ് കുറ്റിക്ക് ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിയണം. നിരോധിക്കപ്പെട്ട മെറ്റീരിയൽ കൊണ്ട് ബിൽഡിങ്ങിന്റെ ഭംഗി കിട്ടാൻ വേണ്ടി കവർ ചെയ്യുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കണം. ഇതിന്റെ പേരിൽ കാശ് പിരിച്ച ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സമീപനം, പാവപ്പെട്ട കുറെ ആളുകൾ ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ കാശ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് വഴി അങ്ങ് പ്രചാരണമാണ്. കുറെ ആളുകൾ പൈസ കൊടുക്കുകയും ചെയ്തു. നമ്മൾ എന്ത് കേട്ടാലും പൈസ കൊടുക്കുന്ന മനസ്സുള്ള ആളുകളുണ്ടല്ലോ, ആ ഒരു ദൗർബല്യം മുതലെടുക്കാനാണ് ചിലർ ശ്രമിച്ചത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ആ ആളുകളെ തന്നെ കൊടുക്കിട്ട് കുരുക്കിട്ട് പിടിച്ച് ഏതായാലും അറസ്റ്റ് ചെയ്തു. അവരോട് പിരിച്ച കാശെല്ലാം ഷാർജ ചാരിറ്റിയിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർജ ചാരിറ്റി ഈ 333 ആളുകളുടെയും കുടുംബങ്ങളുടെയും കാര്യം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ചാരിറ്റിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുന്നത് പോലെയല്ല വീട് വെക്കണം എന്ന് പറഞ്ഞ് പൈസ പിരിക്കുന്നത്. ഒരാൾക്കൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് പോലെയല്ല മറ്റൊരാൾക്ക് വസ്ത്രമില്ല, അതുകൊണ്ട് ഇത്ര കാശ് എൻ്റെ കയ്യിൽ തരൂ, ഞാൻ വാങ്ങിക്കൊടുക്കാം എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ടെന്ന് ചാരിറ്റി പിരിക്കാനിറങ്ങുന്നവരും
ചാരിറ്റി കൊടുക്കുന്നവരുമൊക്കെ ശ്രദ്ധിക്കണം. ഈ പണം എന്നത്, കറൻസി എന്നത് കയ്യിൽ വരുമ്പോൾ ആളുകളുടെ മനസ്സ് മാറും എന്നുള്ളതാണ് ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യം. ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതുമായി നിയുക്തമായ ഒരു കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന നല്ല കാര്യമാണ്. അതിനാദ്യം തറ വേണം, അതൊരാൾ സംഭാവന ചെയ്യുന്നു. അതിന് മണൽ വേണം, ചുടുകട്ട വേണം, സിമന്റ് വേണം, കമ്പി വേണം, ഓരോരുത്തരായിട്ട് അത് സംഭാവന ചെയ്യുന്നു. അവസാനം AC വേണം, വൈദ്യുതി കണക്ഷൻ കിട്ടണം. അതിനൊക്കെയുള്ള ഓരോ സംഭാവനകളായി ഇൻ കൈൻഡ് ഡൊണേഷൻസ് എന്ന് പറയുന്ന രൂപത്തിൽ വരുമ്പോഴാണ് അത് സാർത്ഥകമാകുന്നത്. അത് യാതൊരുവിധ ആരോപണങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു മേൽനോട്ട കമ്മിറ്റി എന്ന രൂപത്തിൽ കുറെ ആളുകൾ, വിശ്വസ്തരായ ആളുകൾ, ചുറ്റുവട്ടത്ത് ഇതുവരെ കുറ്റകൃത്യങ്ങളൊന്നും സാമ്പത്തികമായി ചെയ്തിട്ടില്ല എന്നുറപ്പുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് നയിക്കണം എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ശ്രദ്ധയായി മാറട്ടെ. എല്ലാവർക്കും തിരിച്ച് ആ ബിൽഡിങ്ങിൽ പോയിട്ട് അവരവരുടെ വിലപിടിച്ച സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള അനുമതി ഷാർജ പോലീസ് കൊടുത്തിട്ടുണ്ട്. 333 അപ്പാർട്ട്മെന്റുകൾ, അതിൽ 233 ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നു. ബാക്കി 100 ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. 26 തീരെ ഇല്ലാതായതുപോലെ ആയിരിക്കുകയാണ്. 34 അകത്ത് വെള്ളവും പുകയുമൊക്കെ ആയിട്ട് വൃത്തികേടായി കിടക്കുന്നു. 40 വാതിൽ, പ്രധാനപ്പെട്ട വാതിലുകളുടെ പൂട്ടെല്ലാം പോയി കിടക്കുന്നു. അതിന് ശരിയാക്കിയെടുക്കണം. എങ്കിലും അത്യാവശ്യ സാധനങ്ങൾ സിവിൽ ഡിഫൻസിന്റെ എസ്കോർട്ടോട് കൂടി പോയെടുക്കാം. പാസ്പോർട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, വിലപിടിച്ച സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഡോക്യുമെന്റ്സോ, അല്ലാതെ അവിടെ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡോക്യുമെന്റ് വേണമെങ്കിൽ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് പോലീസ് തരും. അതല്ല, വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കാനുള്ള ഡോക്യുമെന്റ് തരും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാറുകളുടെ EMI അടയ്ക്കുന്ന സമയം കഴിയുന്നു, ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, എന്തു ചെയ്യും, വരുമാനമില്ല കൊടുക്കാൻ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് എത്ര സന്ദേശങ്ങളാണ് ദുബായ് വാർത്തയിലേക്ക് വരുന്നത്. ഒരു മറുപടി അതിന് പറയാനുള്ളൂ. ഇതൊക്കെ വ്യക്തിപരമായി ഓരോരുത്തരുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ബാങ്കുകൾ ചില ഇളവുകൾ നൽകാനുള്ള സാധ്യതയിലൂടെയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ട ഒരു വിഷയം, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് തെളിയിക്കുന്ന വിധത്തിലുള്ള രേഖകൾ ബാങ്കിന് കൈമാറണം. കച്ചവടം നടക്കുന്നില്ല, തൊഴിലില്ല, ശമ്പളമില്ല, ശമ്പളം കുറച്ചു മാത്രമേ കിട്ടിയിട്ടുള്ളൂ, സ്കൂൾ ഫീസ് കൊടുക്കാൻ പോലുമില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാച്ചിലറായി താമസിക്കുന്നെങ്കിൽ അതിന്റെ അവസ്ഥ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ബാങ്കിനെ ധരിപ്പിക്കണം രേഖാമൂലം. അല്ലാതെ വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പോരാ, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കും, അത് ബാങ്കിന്റെ ജോലി. നമ്മൾ ബാങ്കിനെ കൺവിൻസ് ചെയ്യാനുള്ള രേഖകൾ കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്ക് EMI ഒന്ന് മാറ്റിത്തരണം, കാറിന്റെ വാടക കൊടുക്കാനില്ല, അതിന്റെ കാശിപ്പോൾ കൊടുക്കാനില്ല എന്ന് വ്യക്തമായി പറയേണ്ടുന്നൊരു സാഹചര്യം രേഖാമൂലം കാണിച്ചു കഴിഞ്ഞാൽ ഇളവുകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാവർക്കും പിന്തുടരാവുന്ന കാര്യമാണ്. രേഖകൾ ഉണ്ടായിരിക്കണം. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. പ്രശ്നമുണ്ടെങ്കിൽ അതനുസരിച്ച് ബാങ്കിനെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഓർമ്മിപ്പിച്ചത്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട ലേണിംഗ് തുടരും എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എത്രയോ ഡ്രൈവർമാർ, എത്രയോ കണ്ടക്ടർമാർ, ഇവരൊക്കെ ഇപ്പോൾ തന്നെ പണിയില്ലാതിരിക്കുകയാണ്. സെപ്റ്റംബറിൽ പണിക്ക് കയറാമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ശമ്പളമില്ലാതെയും അത്യാവശ്യത്തിന് കഴിയാൻ വേണ്ടിയുള്ള ആനുകൂല്യം മാത്രം കിട്ടിക്കൊണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾ 100 കണക്കിന് ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾസ് എടുത്തുകൊണ്ട് EMI തിരിച്ചടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ കഷ്ടത്തിലാകുന്നൊരു ഏർപ്പാടാണ് ഈ ലേണിംഗ് പ്രോസസ്. ഇങ്ങനെ നീണ്ടുപോയാൽ ഈ സെപ്റ്റംബറും കഴിഞ്ഞ് അടുത്ത ജനുവരിയും കഴിഞ്ഞ് ഏപ്രിൽ വരെ ഇങ്ങനെ നീണ്ടുപോകുമെന്ന സൂചന വരുമ്പോൾ ഇത് ലോകത്തെങ്ങുമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിന്നുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ തങ്ങളുടെ വൈദഗ്ധ്യമുണ്ട് അതനുസരിച്ചിട്ടുള്ള മറ്റുള്ള ജോലികൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം എന്ന കാര്യം സൂചനയായി ഇന്നലെ വന്നതിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിരവധി മലയാളി സുഹൃത്തുക്കൾ ഈ വിഷയത്തിലുള്ളതുകൊണ്ട്. നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളുടെ കാര്യത്തിൽ ഇന്നും ഒരു അറിയിപ്പ് വന്നത് എത്ര കണ്ടത് വിശ്വസിക്കാൻ പറ്റുന്ന ആധികാരികതയായി എന്നറിയാൻ വയ്യ. എങ്കിലും ഈ മാസം 16 മുതൽ 25 വരെ 2ാം ഘട്ട ഷെഡ്യൂൾ ആരംഭിക്കാൻ പോകുന്നു എന്നൊരു സൂചന വന്നിട്ടുണ്ട്. അതിൽ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും കേരളത്തിലെ 4 എയർപോർട്ടുകളിലേക്കും വിമാന സർവീസ് ആരംഭിക്കാനുള്ള പേരും ഷെഡ്യൂളും കാണുന്നുണ്ട്. ഞങ്ങൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൽ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷേ ഷെഡ്യൂൾ വരും എന്ന് ചില ഉദ്യോഗസ്ഥന്മാർ വാക്കാൽ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഞങ്ങൾ കോൺസുലേറ്റ് അന്വേഷിച്ചപ്പോൾ വ്യക്തമായ വിവരം ഇതേക്കുറിച്ച് ഷെഡ്യൂളിനെ കുറിച്ച് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും 13-ാം തീയതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഷെഡ്യൂൾ 2-3 ദിവസം കൊണ്ട് വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണ ആയിരിക്കുകയാണ്. ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട് കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത്. സൗദി അറേബ്യയിൽ നിന്ന് ഔപചാരികമായൊരു പ്രഖ്യാപനം വന്നു. ഡൽഹിയിലേക്ക് പോകാനിരുന്ന ഫ്ലൈറ്റിനെ കോഴിക്കോട്ടേക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചു. അതുപോലെ പുതിയൊരു ഫ്ലൈറ്റ് കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ജിദ്ദയിൽ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരികയാണ്, കൂടുതൽ ഫ്ലൈറ്റുകൾ വരികയാണ്. ഈ 1-2 ഫ്ലൈറ്റുകൾ പേരിന് വേണ്ടി കാണിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇത് കബളിപ്പിക്കുന്നത് മാത്രമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ അർഹതയുള്ള ആളുകൾ വളരെ പേടിച്ച് അസ്വസ്ഥരായി രോഗങ്ങളും മറ്റുമായി ഭയാശങ്കകളോടുകൂടി മാത്രം ഭാവിയെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർക്കൊക്കെ നീതി കിട്ടണം. അവരെ കൊണ്ടുപോയി പാർപ്പിക്കുന്ന രീതി വളരെ സമഗ്രമാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം, കേരളമടക്കമുള്ള സ്ഥലങ്ങൾ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഫ്ലൈറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ടാകും. കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഫ്ലൈറ്റുകൾ വരുന്നു എന്ന് കേൾക്കുന്നു. ഏതായാലും അത് ശരിയായി വരട്ടെ. ഇതിനിടയിൽ ഒരു കുടുംബം എംബസിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് 6 അംഗങ്ങൾ ഒരേ അക്കൗണ്ടിൽ കയറിപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എംബസി ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള മറുപടി പറയേണ്ട വിഷയമാണ്. ജനങ്ങൾക്ക് അക്കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടെങ്കിൽ അത് ഒരു അവകാശം പോലെ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രയും ആളുകൾ ദുരിതബാധിതരായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് കുറച്ചാളുകൾ ഈ ദുരിതത്തിൽ പെടാത്ത രൂപത്തിൽ പോയെന്ന സംശയം ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറുപടി പറയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ സെലക്ഷൻ കമ്മിറ്റിയോ ഒക്കെ തയ്യാറാകേണ്ടതാണ്. പിന്നെ പോകാൻ അർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് അല്പം നേരത്തെ പബ്ലിഷ് ചെയ്യുന്നതിലും ഒരു കുഴപ്പവുമില്ല. ആളുകൾക്കെല്ലാം എല്ലാം സുതാര്യമാകട്ടെ. ഇതിലെന്തിനാണ് മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ. അതുപോലെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, ഫോൺ എടുക്കാൻ പറ്റിയില്ല, തിരിച്ചു വിളിച്ച് കിട്ടുന്നില്ല, തിരിച്ചു വിളിക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കി വെക്കണം. ഒരിക്കലും കിട്ടാത്ത, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു ഫോണിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എങ്ങനെയാണ് വിളി കിട്ടിയ ഒരാൾ പിന്നീട് പ്രതികരിക്കുക? അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ മുന്നോട്ട് വരണം. അബുദാബി സലാം സ്ട്രീറ്റിൽ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചൊന്ന് കത്തി. ഒരു സ്ത്രീ കാറിനുള്ളിൽ നിന്നിറങ്ങി ഓടി. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒന്നും ഒരു കൂസലും കൂടാതെ മുന്നോട്ട് വന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വേറൊരു വാഹനത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി തീയണയ്ക്കാൻ ശ്രമിച്ചതിന്റെ ചിത്രം ഇന്ന് ഖലീജ് ടൈംസ് പുറത്തുവിടുകയാണ്. അജ്ഞാതനായ ആ മനുഷ്യസ്നേഹി ആരെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു അണയ്ക്കാൻ പറ്റിയില്ല. അദ്ദേഹം തിരിച്ചു വന്നു. ആ കാറിൽ നിന്നൊരു ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടി, വലിയ ശബ്ദം കേട്ടു. വീണ്ടും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തുകൊണ്ട് അദ്ദേഹം പോയി തീ അണച്ചു. അപ്പോഴാണ് ഫയർഫോഴ്സ് എത്തിയത്. ഇങ്ങനെയുള്ള ധൈര്യമുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. UAE സ്വദേശിനിയായ ഒരു മുത്തശ്ശി, അവർക്കിപ്പോൾ കോവിഡ് പോസിറ്റീവായി. കാരണം കുടുംബത്തിൽ ഒത്തുചേർന്ന ചെറുപ്പക്കാരിൽ ഒരാൾ ആദരവിന്റെ സൂചകമായി ആ വീട് വിട്ടു പോകാൻ നേരത്ത് നെറ്റിയിൽ ചുംബിച്ചതാണ്. അതുവരെ ഒരു കുഴപ്പമില്ല, ചെറുപ്പക്കാരന് പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ ചുംബിക്കുന്ന സമയം പ്രശ്നമില്ലായിരുന്നു. മുത്തശ്ശി പോയി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങുന്നത് പോലെ ചുംബിച്ചതാണ്. പിറ്റേന്ന് അദ്ദേഹത്തിന് പോസിറ്റീവായി. പിന്നെ പോയി പരിശോധിക്കുമ്പോൾ മുത്തശ്ശിക്കും പോസിറ്റീവായി. ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കരുതേ എന്ന കാര്യം വളരെ കൃത്യമായി ഗവൺമെന്റും ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു കട ദുബായിൽ അടപ്പിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ മര്യാദകൾ പാലിക്കാതെ കട തുറന്നതിന്റെ പേരിലാണ്. അതായത് ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്നതിനെക്കുറിച്ച് അറിയാതെ തുറന്നതുകൊണ്ടാണ്. GB ചോയ്ത്രം ജെറ്റ്വാനി എന്ന ഇതിഹാസ പുരുഷൻ, UAE ബിസിനസ്സുകാരൻ, ഇന്ത്യക്കാരൻ, അദ്ദേഹം മരണമടഞ്ഞു 90-ാം വയസ്സിൽ. 1954 വന്ന് GB ഗ്രൂപ്പ് സ്ഥാപിച്ച അതിന്റെ ചെയർമാനാണ് GB ചോയ്ത്രം എന്ന വ്യക്തിത്വം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് UAE കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ന് 781 കേസുകൾ UAE റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 13 മരണം. ഇത് ഏറ്റവും കൂടുതൽ ഒരു ദിവസം മരണസംഖ്യ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഖ്യയാണ്. UAE 13 പേർ, മൊത്തം 198 പേർ. ഇന്ന് റിക്കവറി 509 പേർ. വളരെ ആശ്വാസം പകരുന്ന ഒരു നമ്പറാണ്. 509 പേർ റിക്കവറി ആയി എന്നുള്ളത്. 18,198-ൽ 4,804 ആളുകൾ റിക്കവറിയായി പോയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് 7 മരണം, ഖത്തറിൽ 1 മരിച്ചു, കുവൈറ്റിൽ 9 പേർ മരിച്ചു, ബഹ്റിനിലും ഒമാനിലും മരണസംഖ്യ ഇന്നുണ്ടായിട്ടില്ല. ഇന്ന് മൊത്തം 30 പേരാണ് UAE-ൽ, മൊത്തം 30 പേരാണ് ഗൾഫിൽ മരണമടഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ഒരു മരണസംഖ്യ ഉണ്ടായിട്ടില്ല ഗൾഫിൽ. ഏതായാലും 41,40,45,000-ത്തിലധികം ആളുകൾക്ക് രോഗബാധ, 2,82,000 ആളുകൾ മരിച്ചു പോയിരിക്കുന്നു.
8-ാം തീയതി 5550, 9-ാം തീയതി 4248, 10-ാം തീയതി ഇന്ന് ഇതുവരെ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 1560-ലധികം പേർ മരിച്ചിരിക്കുന്നു. 4248 താഴെ വരും എന്ന കണക്കിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഇന്ന് 52 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മൊത്തം 2153 പേർ മരിച്ചിരിക്കുന്നു. ഇസ്രയേലിൽ 248 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം വളരെ വേഗതയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ചൈനയിൽ 14 കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏറ്റവും വലിയ ദുരൂഹതയുള്ള സൂചനയായി മാറുന്നു. ഇല്ലാതെ ആയ സ്ഥലത്ത് വീണ്ടും വരുമോ രോഗമെന്ന ഭീതി ആളുകളെ വേട്ടയാടിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ. പക്ഷേ ഇതൊക്കെ ഇറങ്ങിപ്പോകാൻ ഒരു സമയമുണ്ടാകും. പിന്നെയും നമ്മൾ കരുതലുകൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ഒരു സമ്പൂർണ്ണമായി ലോക്ക്ഡൌൺ അവസാനിപ്പിച്ചുകൊണ്ടുള്ള സ്വതന്ത്രമായ ജീവിതത്തിൽ നിന്ന് 1-2 വർഷത്തേക്ക് മാറി നിൽക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന ചിന്തയോടെ, അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലോടെ ഈ മെയ് 10-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.